എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഈ വീഡിയോ എന്ന് പറയുന്നത് ബിൽഡിംഗ് സെക്സ് എങ്ങനെ നമുക്ക് കാസ്മാർട്ടിൽ അപേക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അപ്ലൈയിൽ ചെന്നിട്ട് ബിൽഡിംഗ് സെക്സിൽ പോയിട്ട് അതിലൊരു മൊബൈൽ ഐക്കൺ ബട്ടൺ കാണും. അതിൽ ചെന്ന് കഴിഞ്ഞാൽ ന്യൂ അസസ്മെൻറ്റ് അതിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഓപ്പണായി കിട്ടുക. അപ്പോൾ ഹെഡിങ്ങിൽ എന്താണ് ബിൽഡിംഗ് സെസ് അസസ്മെൻറ്റ് സിറ്റിസൻ്റെ ലോഗിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലൈസൻസിയുടെ സിറ്റിസൺ ലോഗിൽ ചെന്നിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ്, പെർമിറ്റ് ഇഷ്യൂയിങ് ലോക്കൽ ബോഡി. അപ്പോൾ എവിടെയാണ്? പാലക്കാടാണെങ്കിൽ പാലക്കാടെന്ന് കൊടുക്കാം, അല്ല വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിപ്പോൾ പാലക്കാടായതുകൊണ്ട് ഞാൻ പാലക്കാടെന്ന് കൊടുത്തു. അതുപോലെ ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റി ആണ്, അപ്പോൾ മുനിസിപ്പാലിറ്റി കൊടുത്തു. ലോക്കൽ ബോഡി എവിടെയാണെന്നുണ്ടെങ്കിൽ അത് ഷൊർണൂരാണ്, ഷൊർണൂരിന് കൊടുത്തു. അതുപോലെ താലൂക്ക് ഒറ്റപ്പാലം, വാർഡ് നമ്പർ ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. 6-ാം വാർഡ് നമ്പർ ആണെങ്കിൽ 6 കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെർമിറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. പെർമിറ്റ് അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ റെഗുലറൈസേഷൻ അപ്ലിക്കേഷൻ നമ്പർ. ആ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടാവും, പെർമിറ്റ് കിട്ടിയ ഡേറ്റ്. അതും കൊടുത്തിട്ട് പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പം ഞാൻ അങ്ങനെ ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ബിൽഡിംഗ് സെസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ വന്ന് കിടക്കും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പകുതി മുക്കാലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വന്നിട്ട് ഒരു ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും അത് ഓപ്പൺ ആയിട്ട് കിട്ടാം. അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ലോക്കൽ ബോഡി നെയിം ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ഓണർ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓണർ ഡീറ്റെയിൽസ് എന്തൊക്കെ വേണം? ആളെ പേര് വേണം, കെയർ ഓഫ് വേണം, മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. കൺട്രി ഇന്ത്യ, അത് ഹൈലൈറ്റ് തന്നെ ഉണ്ടാവും. കേരള, സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്റ്റ് എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുക്കാം. നമ്മൾ പാലക്കാടാണ്, അപ്പോൾ ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി, ലോക്കൽ ബോഡി ഷൊർണൂർ, സോണൽ ഓഫീസ് മെയിൻ ഓഫീസിന് കൊടുക്കണം. വാർഡ് എത്രയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഡോർ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. റെഡ് ബോക്സ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ഹൗസ് നെയിം എന്താണെന്നെങ്കിൽ അത് കൊടുക്കാം. സ്ട്രീറ്റ് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ലോക്കൽ പ്ലേസ് എന്തായാലും കൊടുക്കണം. അവിടെ റെഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് അത് കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ മെയിൻ പ്ലേസ്, അതുപോലെ പോസ്റ്റ് ഓഫീസ് എവിടെയാണെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് പോസ്റ്റ് ഓഫീസ് കൊടുത്തു കഴിഞ്ഞാൽ പിൻകോഡൊക്കെ ഓട്ടോമാറ്റിക് വരും. അടുത്തത് ആധാർ നമ്പർ കൊടുക്കുക, എന്നിട്ട് സേവ് അടിച്ചു കഴിഞ്ഞാൽ പെർമിറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകും. അപ്പോൾ പെർമിറ്റ് ഡീറ്റെയിൽസിൽ എന്താണ് ഉണ്ടാവുക? ബിൽഡിംഗ് നെയിം കൊടുക്കണം, അതായത് വീടിൻ്റെ ഒരു പേര് കൊടുക്കുക. ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, ന്യൂ ആണോ എക്സ്റ്റൻഷൻ ആണോ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ്, റെസിഡൻഷ്യൽ ആണോ, കൊമേഴ്ഷ്യൽ ആണോ, ഫാം, ആർക്കിടെക്ചർ, അവന് വർക്ക് ഷെഡ്, ഗോഡൗൺ. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ കൊടുക്കാം. അതുപോലെ പ്ലിന്ത് ഏരിയ എത്രയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 107 m² അഥവാ 1151 സ്ക്വയർ ഫീറ്റിന് മേലെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സെസ് വരുള്ളൂ. അതായത് നിങ്ങളെ വീട് നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിൻ്റെ 10 ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ സെസ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എത്രയാണോ നിങ്ങളെ പ്ലിന്ത് ഏരിയ അത് m²ആയിരിക്കും അതിവിടെ കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തിങ്ങനെ വരും. ബിൽഡിംഗ് നെയിം വരും, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ വരും, ബിൽഡിംഗ് ടൈപ്പ് എന്താണെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ ആണെങ്കിൽ അത് വരും, പ്ലിന്ത് ഏരിയ എത്രയാണോ, ഞാനിവിടെ കൊടുത്തത് 85.10 m² ആണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് പോകുന്നത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്കാണ്. അപ്പോൾ എത്ര വർക്കേഴ്സ് നിങ്ങളെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര വർക്കേഴ്സ് പണി എടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാനൊരു നോർമലി 25% കൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് വർക്ക്, അപ്പോൾ നിങ്ങൾ തുടങ്ങിയ ഡേറ്റ്, നിങ്ങളെ പണി തുടങ്ങിയ ഡേറ്റ് ഇവിടെ കൊടുക്കാം. അതുപോലെ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ, നിങ്ങളെ വർക്ക് എന്നാണ്, വീടിൻ്റെ പണി എന്നാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. അതുപോലെ അറ്റാച്ച് ബിൽഡിംഗ് പെർമിറ്റ് കോപ്പി, അതായത് നമുക്ക് പെർമിറ്റ് കിട്ടിയ ഒരു കോപ്പി ഇവിടെ അറ്റാച്ച് ചെയ്യാം, പ്രൊസീഡ് അടിക്കാം. അടുത്തത് പ്രിവ്യൂയിലേക്കാണ് പോകുന്നത്. അതിൽ പറയുന്നത് ഡിസ്ട്രിക്ട് പാലക്കാട്, ലോക്കൽ ബോഡി ഷൊർണൂർ, വാർഡ് അങ്ങനെ താലൂക്ക് ഒറ്റപ്പാലം,
അതിൽ കഴിഞ്ഞാൽ അടുത്തത് ഓണർ ഡീറ്റെയിൽസ് 1. അപ്പോൾ എത്ര ഓണർമാരുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ കൊടുക്കണം. ഇവിടെ 2 ഓണർമാരാണുള്ളത്. അപ്പോൾ അതിൽ ഓണർ ടൈപ്പ് ഇൻഡിവിജ്വൽ വരും, നെയിം ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആളെ പേര്, അഡ്രസ്സ് ഉണ്ടാവും, വീട്ടും പേരുണ്ടാവും, ഫോൺ നമ്പർ കൊടുക്കണം. അടുത്തത് ഓണർ ഡീറ്റെയിൽസ് 2. അതിലും അതുപോലെ തന്നെ ആളെ പേര് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. അടുത്തത് മൂന്നാമത്തെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വരും. അപ്പോൾ B&OCW രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അതായത് 1996 ഈ ആക്ട് ലാസ്റ്റ് ഈ ആക്ട് 1995 to 96, അതായത് 95 ലാസ്റ്റിലാണ് ഈ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ ഏകദേശം 2015 ആ സമയത്താകുമ്പോൾ 2 കൊല്ലം അവർ അതായത് ഈ ഒരു സെസ്സുമായി ബന്ധപ്പെട്ട് കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഡിലേ ആയി. ഇപ്പോൾ രണ്ടാമതും 2023 മുതൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ B&OCW രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ടിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ നോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. അടുത്തത് ബിൽഡിംഗ് ഡീറ്റെയിൽസ്. എന്താണ് ബിൽഡിംഗ് ഡീറ്റെയിൽസ്? ബിൽഡിംഗ് നെയിം ചോദിക്കുന്നുണ്ട്, ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, അതായത് റെസിഡൻഷ്യൽ ആണ്, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ന്യൂ ആണ്. അതുപോലെ നമ്മളെ 85.1 ആണ് നമ്മളെ M². അതുപോലെ നമ്മൾ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഇതൊക്കെ നമ്മൾ കൊടുത്തതാണ്. അതൊക്കെ ഒന്നാമത് വന്നിട്ടുണ്ട്. പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ ഡിക്ലറേഷനിലേക്ക് പോകും. ഡിക്ലറേഷനിൽ എന്താണ് ഈ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വ്യക്തികൾ, സ്ഥലത്തിൻ്റെ പേര്, പിൻകോഡ് ഒക്കെ അതിൽ വരും, ടോപ്പായിട്ട് വരും. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ടൈപ്പ് ഓഫ് ബിൽഡിംഗ് റെസിഡൻഷ്യൽ ഓൺ പർപ്പസ് ആണ്, കൺസ്ട്രക്ഷൻ ടൈപ്പ് ന്യൂ ആണ്, പ്ലിന്ത് ഏരിയ 85.1 ആണ്, സ്ലാബ് റേറ്റ് 7050 രൂപയാണ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് 6 ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. സെസ് എമൗണ്ട് 0 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ M² 107 M² മുകളിൽ വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ നമ്മൾ അടയ്ക്കേണ്ട തുക ഇവിടെ വരുള്ളൂ. എന്നിട്ട് ഐ അഗ്രി, അതായത് ഐ അഗ്രി എന്നുള്ള ടിക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അവരെ മൊബൈൽ നമ്പർ ഉണ്ടാവും, പാർട്ടിയുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും. സെൻഡ് OTP അടിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് OTP പോകും. അത് OTP അടിച്ച് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫീസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ, ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം, മുനിസിപ്പാലിറ്റി വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ആ ഫീസ് നിങ്ങൾ കംപ്ലീഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് അവിടെ ചോദിക്കും, വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട്, അതിൽ നിങ്ങൾ ഈ റെസിപ്റ്റ് നിങ്ങൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഈ റെസിപ്റ്റ് അതിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കംപ്ലീഷൻ, അതായത് ഒക്യുപ്പൻസി കംപ്ലീഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.